രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രത്യേക അന്വേഷണ സംഘം. ബലാത്സംഗം, ശാരീരിക മാനസിക പീഡനം തുടങ്ങിയവ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം നൽകിയത്. അതിജീവിതയുടെ വസ്ത്രത്തിന്റെ രാസപരിശോധനാ ഫലം ലഭിക്കാനുണ്ടെന്നും SIT വ്യക്തമാക്കുന്നു. അരുൺ സോളമനുണ്ട്. അരുൺ, വളരെ ഗൗരവമുള്ള ഒരു പരാതിയായിരുന്നു. അപ്പോൾ ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്താണ്? ഈ ഒരു പരാതിക്കാരിയിൽ നിന്ന് നേരിട്ട് തന്നെ മൊഴിയെടുത്തതാണ്, അതോടൊപ്പം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യായീകരണവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്? ഷിഖാസ്, ആദ്യത്തെ 2 ബലാത്സംഗ കേസുകൾ അതിൽ അതിവിദഗ്ധമായിട്ട് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ ഈ കേസ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ SIT വളരെ അതിവിദഗ്ധമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ജനുവരി 10-ാം തീയതി ഷൊർണൂരുള്ള KPM ഹോട്ടലിൽ നിന്ന് പിടികൂടുകയും പിന്നീട് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുകയും ഉണ്ടായത്. ഇതിനുശേഷം ഈ അതിജീവിതയുടെ മൊഴിയുടെ നിർദ്ദേശപ്രകാരമാണ്, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോയത്. 4 മാസമാകുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ, ഇന്നിപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ബലാത്സംഗം, അതുപോലെ തന്നെ ശാരീരിക മാനസിക പീഡനം എന്നീ കുറ്റങ്ങളാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സത്യവാങ്മൂലം നൽകിയതിൽ അതിജീവിത ചൂണ്ടിക്കാണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബലാത്സംഗം, നിർബന്ധിച്ചിട്ടുള്ള ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ആരോപണങ്ങൾ അതിജീവിത ഉന്നയിച്ചിരുന്നു. ഇതിൽ ഇനി ചേർക്കാനുള്ള കുറ്റങ്ങൾ അതിൽ ഏറെ നിർണായകമാകുന്നത് ഈ അതിജീവിതയുടെ വസ്ത്രത്തിന്റെ രാസപരിശോധന ഫലം ഇനി വരാനുണ്ട്. അത് വന്നതിന് ശേഷമായിരിക്കും അധികമായിട്ടുള്ള കുറ്റങ്ങൾ എന്തായാലും ചേർക്കുക. ഇത് ആദ്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കുറ്റപത്രം SIT ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ വിദേശത്തുള്ള യുവതിയുമായിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് കോടതിയുടെ ശ്രദ്ധയിൽ SIT മുന്നോട്ട് വച്ചിരുന്നു. അതിൽ കോടതിക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ചും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതിന് എത്രമാത്രം നിയമ സാധുത ഉണ്ട് എന്നുള്ളതാണ്. അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ വിചാരണ ഘട്ടങ്ങളിൽ എന്തായാലും അത് പരിശോധിക്കുമെന്നുള്ളതാണ് കോടതി SIT-യോടും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമാണ് യുവതിയോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. അതേസമയം നിർബന്ധിച്ചുള്ള ഗർഭചിത്രം അടക്കമുള്ളതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം ഉണ്ട് എന്നുള്ളതാണ് യുവതിയുടെ അവകാശവാദം. അതാണ് അതിജീവിത SIT-ക്ക് മുന്നിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലും നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോയതും അത് പ്രകാരമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പ്രകാരമായിരിക്കും ഇനി വിചാരണ നടക്കുക. ആ ഘട്ടത്തിൽ കൂടുതലായിട്ടുള്ള, പ്രത്യേകിച്ചും യുവതി ഈ വന്നതിനു ശേഷം കൃത്യമായി വീണ്ടും മൊഴി രേഖപ്പെടുത്തും. വീണ്ടും ആ മൊഴി രേഖപ്പെടുത്തുന്നതിന് ശേഷം ഈ വസ്ത്രത്തിന്റെ രാസപരിശോധന ഫലം അടക്കമുള്ളവ വരാനുണ്ട്. അതിനനുസരിച്ചായിരിക്കും മറ്റ് കുറ്റങ്ങൾ, എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ 3ാമത്തെ ബലാത്സംഗ കേസിൽ മറ്റ് കുറ്റങ്ങൾ ചുമത്തുക. എന്തായാലും വളരെ നിർണായകമായ, ഏറെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. അതിൽ വളരെ അതിവിദഗ്ധമായിട്ട് ആദ്യത്തെ 2 കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് അതിവിദഗ്ധമായിട്ട് ഈ കേസിൽ നീങ്ങിയത്. ആ നീക്കത്തിനാലെയാണ് കത്രിക പൂട്ടാൻ പോലീസ് സംഘത്തിന് കഴിയുമോ എന്നാണ് അറിയേണ്ടത്. വളരെ ഗൗരവമുള്ള പരാതിയായിരുന്നു 3ാം ബലാത്സംഗ കേസ്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം.